സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ താരവും വെറ്ററൻ വിക്കറ്റ് കീപ്പറുമായ MS ധോണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ എത്തുന്നത് മുൻ ഇന്ത്യൻ താരവും ബാറ്റിംഗ് കോച്ചുമൊക്കെ ആയിരുന്ന സഞ്ജയ് ബാംഗർ ആണെന്ന് പറയാം. സഞ്ജയ് പറയുന്ന രീതി അനുസരിച്ച് ചെന്നൈയിൽ നിന്ന് ധോണി ഇറങ്ങേണ്ട സമയമായി എന്നാണ് എല്ലാവരും ഇത് പറയുന്നുണ്ട്. ധോണി ഇരിക്കുമ്പോൾ ആർക്കും ക്യാപ്റ്റൻസി മുഴുവനെ ആസ്വദിക്കാൻ സാധിക്കില്ല. എല്ലാവരും ധോണിയുടെ അഭിപ്രായം ചോദിക്കും. ക്യാപ്റ്റന് ധോണിയുടെ മേൽ പോലും ഒരു കമാൻഡ് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ധോണി ആ ടീമിൽ നിന്ന് വിട്ടു നിന്നാൽ മാത്രമേ ധോണിയോടുള്ള ബഹുമാനം കൊണ്ട് പറയാത്ത കാര്യങ്ങൾക്ക് പോലും കളിച്ചുകൊണ്ട് ചെന്നൈക്ക് മുന്നോട്ട് നിൽക്കാനാവുകയുള്ളൂ എന്ന് പറയാം. ഇനി തുഴഞ്ഞു നിന്നിട്ട് കാര്യമൊന്നുമില്ല, കാരണം എല്ലാവരും അഗ്രസീവ് ബാറ്റർമാരാണെന്ന് പറയാം. ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിനോടൊപ്പം MS ധോണി ഈ തരത്തിൽ തുടരുമ്പോൾ അത് ഋതുരാജ് ഗെയ്ക്വാദിനെയാണ് മോശമായി തന്നെ ബാധിക്കുന്നതെന്നും സഞ്ജയ് ബാംഗർ അഭിപ്രായപ്പെട്ടു. ക്യാപ്റ്റന്മാർ എന്ന നിലയിൽ ഋതുരാജ് ഗെയ്ക്വാദും ജഡേജയും വളരാത്തത് ധോണിയുടെ സാന്നിധ്യം കൊണ്ടാണെന്നും ബാംഗർ കുറ്റപ്പെടുത്തി. രണ്ടുപേരും ഒരിക്കൽ സ്വന്തമായി എന്തെങ്കിലും ചെയ്യുകയുമില്ല. എല്ലായ്പ്പോഴും ധോണിയുടെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഇരുവരും സ്വയം വളർന്നു വരാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പറയാം. ധോണി പോയി കഴിഞ്ഞാൽ ആരെങ്കിലും നല്ലൊരാൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ചെന്നൈയെ നമുക്ക് ഭരിക്കാൻ വേണം. പക്ഷെ അതിന് ധോണി ആദ്യം പോണം എന്നതാണ്. സഞ്ജുവിനെ പതിയെ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നാൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ തീരും. ധോണിക്ക് പകരം വിക്കറ്റ് കീപ്പറായ അതിന്റെ പുറകിൽ നിർത്താൻ സഞ്ജുവിനെ സാധിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശരിയായി പോകുമെന്നും കൊച്ചുകുട്ടികൾ കളിക്കട്ടെ എന്നുമൊക്കെയാണ് നിരവധി പേർ പറയുന്നത്.